ജീവിതത്തിൻ്റെ ദിശയും ഗതിയും തിരിച്ചറിഞ്ഞ പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ് GIO. നന്മയോട് വിധേയത്വവും തിന്മയോട് വെറുപ്പും ശീലമാക്കിയവരുടെ ഉണർവും ഉയർപ്പും, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേരൽ, നിരാലംബരുടെ മണ്ണിൽ സേവനത്തിൻ്റെ സമർപ്പണം. സർഗവൈജ്ഞാനിക ശില്പശാലകൾ, ആകാശരഹസ്യങ്ങളെ തൊട്ടറിയുന്നിടം വരെ എത്തി പെണ്ണിൻ്റെ പ്രാതിനിധ്യം. എന്നിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും പെരുകുകയാണ്. വിദ്യാലയങ്ങളിലും ജോലിസ്ഥലത്തും യാത്രാവേളകളിലും സ്വന്തം വീടിനകത്തു പോലും പെണ്ണ് പീഡനത്തിനിരയാവുന്നു. ഈ കറുത്ത കാലത്ത് സ്ത്രീ അവളുടെ സ്വത്വം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണെന്ന് GIO മനസ്സിലാക്കുന്നു. സ്ത്രീ, സ്വത്വം, സുരക്ഷ, സമൂഹം എന്ന ക്യാമ്പയിൻ ഒരു തിരിച്ചറിവിൻ്റെ വിളിയാളമായിരുന്നു. ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടിക്ക് സ്ത്രീ സുരക്ഷ പ്രധാന ഘടകമാണെന്ന് ക്യാമ്പയിൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച GIO സംസ്ഥാന പ്രസിഡന്റ് KK റഹീന. സച്ചാർ കമ്മിറ്റി കൺസൾട്ടന്റും ഡൽഹി ജാമിയ മില്ലിയ സീനിയർ പ്രൊഫസറുമായ അസ്റ റസാഖാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. on what you consider to be the vital issues in the context of the social security of women. I think this topic is very relevant in the context of the aims and objects of which the Girls Islamic Organization is working, that is amongst women and especially Muslim women. However, we need to define social security before we start working towards it. Is social security meant to be merely curative? Is it at best something that needs to be given out in terms of money or financial support? Should it be seen as momentary relief alone? Does social security merely mean that destitute women need to be helped financially or to be provided with shelter? Or does it only mean that we need to look after widows, divorcees and the deserted? സ്ത്രീകളുടെ സുരക്ഷ നിയമവഴികൾ കൈപ്പുസ്തകം വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ കുസുമൻ ജോസഫ് പ്രകാശനം ചെയ്തു. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അംഗം മാഗ്ലിൻ പീറ്റർ,
ദൈവത്തിന്റെ നാട്, സ്വന്തം നാട്, ദൈവത്തിന്റെ സ്വന്തം നാടിന് ഇപ്പൊ നാണക്കേടാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പെൺകുട്ടികൾക്ക് നാണക്കേടാണ്. എന്താ നാണക്കേട്? ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്ന സംസ്ഥാനം എവിടെയാ? ഒന്നാം സ്ഥലം ഏതാ? കേരളത്തിലാണ്. സ്ത്രീ, സ്വത്വം, സുരക്ഷ, സമൂഹം വിഷയം അവതരിപ്പിച്ചത് GIO ജനറൽ സെക്രട്ടറി ഷെബീന ഷർക്കിയായിരുന്നു. സ്വതന്ത്രമായ അവളുടെ അസ്തിത്വത്തെ അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മ ആധുനിക കാലഘട്ടത്തിൽ പോലും നമുക്ക് കാണുക സാധ്യമാണ്. വിശുദ്ധ ഖുർആൻ ആണിനെയും പെണ്ണിനെയും ഒരു സത്തയിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. നഫ്സും വാഹിദ എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഒരൊറ്റ സത്തയിൽ നിന്ന് വ്യത്യസ്ത സവിശേഷതകളും ധർമ്മങ്ങളുമുള്ള രണ്ടു മനുഷ്യവർഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഈ ഒരു കാഴ്ചപ്പാടിൽ പുരുഷൻ മേലെയും സ്ത്രീ താഴെയും എന്ന സങ്കല്പത്തിന് അടിസ്ഥാനമില്ലാതാകുന്നു. കർണാടക GIO പ്രസിഡന്റ് മദിഹ അഫ്ഷാൻ speak a few words on the following topic: women's self-security in society. Dear sisters, it's a great blessing from Allah subhanahu wa ta'ala that we all are born as human beings in this world. But what is greater than this is that we are born as women. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV റഹ്മാബി എന്റെ മുന്നിലിരിക്കുന്ന ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹം, പെൺകുട്ടികളുടെ കൂട്ടം തയ്യാറാവണം. വൈജ്ഞാനിക മേഖലകളിൽ കഴിവു തെളിയിച്ച വിദ്യാർത്ഥിനികൾക്കുള്ള അവാർഡ് വിതരണവും സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു. അഭ്രപാളികളിൽ പെൺകാഴ്ചയുടെ വിരുന്നൊരുക്കിയ ഫ്രെയിംലെസ് 2010 GIO ഫിലിം ഫെസ്റ്റിവൽ വേറിട്ട കാഴ്ചാനുഭവമായിരുന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദാണ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ക്ലോസ്ഡ് സൊസൈറ്റി എന്ന അടഞ്ഞ സമൂഹം, ഒട്ടും വികസിതമല്ലാത്ത, അല്ലെങ്കിൽ ആർക്കും തന്നെ കടന്നു ചെല്ലാൻ നിവൃത്തിയില്ലാത്ത തരത്തിൽ അടഞ്ഞുപോയ ഒരു സമൂഹമായിട്ട് ഇസ്ലാമിനെയും ഇസ്ലാം മത വിശ്വാസികളെയും അതിലെ വളർന്നു വരുന്ന തലമുറകളെയും കാണാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ അത് അടഞ്ഞതല്ല, അത് തുറക്കാൻ പോവുകയാണ് ഞങ്ങൾ ലോക സമൂഹത്തിന് അത് തുറന്നിട്ടുകൊണ്ട് അതിൻ്റെ മാനവികതയെ, അതിൻ്റെ വിശാലതയെ കാണിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു എന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും ആധുനികരായിട്ടുള്ള ആ സമൂഹത്തിൽ ജനിച്ച ആളുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെസ്റ്റിവലിൽ ഒരിടം, ഡാൻസർ ഇൻ ദി ഡാർക്ക്, ഫിറാഖ് തുടങ്ങിയ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. സ്ത്രീയുടെ സിനിമ യിലെ സ്ത്രീ ഓപ്പൺ ഫോറത്തിൽ Y ഇർഷാദ്, നിയതി കൃഷ്ണ, ഖാസിദ കലാം, അഡ്വക്കേറ്റ് ആശ, നിജ്മ നസീർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ സെമിനാറുകൾ നടന്നു. കോഴിക്കോട് നടന്ന എക്സ്പോസീവ് 2010 എക്സിബിഷൻ ഇറോം ഷർമിള, മൈലമ്മ, കായികതാരം പ്രജുഷ മുതൽ US വിദേശകാര്യ സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ വരെ പ്രദർശനത്തിൽ ഇടം പിടിച്ചിരുന്നു. സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട നിയമവഴികൾ, വൃദ്ധസദനം, സ്ത്രീകൾ ജോലിയിടങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനം, മദ്യപാന പ്രശ്നങ്ങൾ, സന്തുഷ്ട കുടുംബം, മാതൃകാഭവനം, ഭ്രൂണഹത്യ എന്നിവയും ജനശ്രദ്ധയാകർഷിച്ചു. അജീബ് കോമാച്ചി പകർത്തിയ പെണ്ണോവ് ചിത്രപ്രദർശനവും സഫീറ ഓമശ്ശേരി മെഴുകിൽ തീർത്ത അലങ്കാര വസ്തുക്കളും പുതുമയുള്ളവയായിരുന്നു. കാൽനൂറ്റാണ്ടിനിടയിൽ GIO നടത്തിയ പരിപാടികളുടെ ദൃശ്യാവിഷ്കാരം GIOവിനെ അടുത്തറിയാൻ പര്യാപ്തമായിരുന്നു.
6 ദിവസം നീണ്ടുനിന്ന പ്രദർശനം 5000-ൽ പരം ആളുകൾ സന്ദർശിച്ചു. എക്സിബിഷനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ വിഷയവൈവിധ്യം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ആരിഫ് അലിയാണ് ഉദ്ഘാടനം ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാനപരമായി ഒരു ഇസ്ലാമിക സംഘടനയാണ്. ഇസ്ലാമിനെ ആദർശമായി അംഗീകരിച്ചിട്ടുള്ള ഒരു സംഘടന. ഈ സംഘടന പെൺകുട്ടികളുടെ ഒരു സംഘടനയ്ക്ക് രക്ഷാകർതൃത്വം നിർവഹിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുണ്ടാകാവുന്ന ഏറ്റവും വലിയ പരാതി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാവിധ സ്വാതന്ത്ര്യത്തെയും അവർ തടഞ്ഞു നിർത്തും എന്നുള്ള പരാതിയാണ്. കാരണം പരമ്പരാഗത മതസംഘടനകളെ സംബന്ധിച്ച് അങ്ങനെയാണ്, വിശേഷിച്ചും മുസ്ലിം മതസംഘടനകളെ കുറിച്ച് അങ്ങനെയാണ് സമൂഹം ധരിക്കുന്നത്. പ്രശസ്ത സിനിമാ താരം കൽപ്പന ക്യാമ്പയിനോട് പ്രതികരിച്ചത് ഇങ്ങനെ: ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഇന്ന് വീട്ടിൽ പോലും പെണ്ണിന് സുരക്ഷയില്ല, കൊച്ചൊരു കുഞ്ഞിന് സുരക്ഷയില്ല എന്നുള്ളതാണ്. ഒരു കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ടൊരു അമ്മ, ഒരു പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടൊരു അമ്മ നിന്നാൽ ഒരു പുരുഷൻ ആ കുഞ്ഞിൽ കാണുന്ന ഒരു സ്ത്രീയാണ്, ഒരു പിഞ്ചു കുഞ്ഞിനെയല്ല കാണുന്നത്. സ്ത്രീ ഒരു ഭോഗവസ്തുവായിട്ട് പറയാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം. കുഞ്ഞടക്കം, ജനിച്ച കൈക്കുഞ്ഞടക്കം സ്ത്രീ എന്ന് പറയുന്നത് ഭോഗവസ്തുവായിട്ട് മാത്രം പറയാനേ ഇഷ്ടമുള്ളൂ എന്നല്ല, അത് പറയേണ്ട ഗതികേടാണെന്ന് വന്നിരിക്കുന്നത്. വ്യത്യസ്ത മേഖലകളിലാണ് GIO ഇടപെടുന്നത്. കണ്ടുമടുത്ത തത്വങ്ങളും പ്രയോഗങ്ങളുമല്ല GIOവിൻ്റേത്. വിപുലമായ പ്രവർത്തന പരിപാടികളുമായി വിശാലമായ ഭൂമികയിലേക്ക് GIO പ്രയാണം തുടരുകയാണ്.